ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷീജാസ് ബ്ലോഗ്. ഇന്ന് നമുക്കൊരു നാടൻ ഉഴുന്നുവട തയ്യാറാക്കാം. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഉഴുന്ന് 1 കപ്പ്, കായപ്പൊടി 1/4 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഓയിൽ കുക്കിങ്ങിന് ആവശ്യമായുള്ളത്, 1 ഒണിയൻ, ഗ്രീൻ ചില്ലി 2, പെപ്പർ ചതച്ചത് 1/2 സ്പൂൺ, ജിഞ്ചർ 1 ഇഞ്ച് നീളമുള്ള 3 പീസ്, കറിവേപ്പില. ഇത് ഞാൻ ഉഴുന്ന് നന്നായി ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് എടുത്തതാണ്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പ്, കുരുമുളക്, കായപ്പൊടി, എന്നിട്ടൊരു 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് അതിന് ശേഷം നമുക്ക് ആ ഉഴുന്ന് നന്നായിട്ട് അരയരുത്. ഒരു 1/4 ഭാഗം മാത്രമേ ഉഴുന്ന് അരയാൻ പാടുള്ളൂ. സ്മൂത്തായിട്ട് അരയാനേ പാടില്ല. ഒരു 1/4 ഭാഗം അരച്ചതിന് ശേഷം ലേശം വെള്ളമേ ഒഴിക്കാവുള്ളൂ. 1 സ്പൂൺ വെള്ളം വീതം ഒഴിച്ചിട്ട് ഒരു 2-3 ബാച്ചായിട്ട് അരച്ചെടുക്കണം. സ്മൂത്തായിട്ട് അരയാനേ പാടില്ല. അതിലേക്ക് നമുക്ക് ആ പൊടികളെല്ലാം ഇട്ട് ഇളക്കുക. ഇത് നന്നായിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് മിക്സ് ചെയ്യുന്നതിലാണ് നമ്മുടെ ഉഴുന്നുവട നല്ല സ്മൂത്തായിട്ട് വരുന്നത്. പുറമേ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും, പക്ഷേ ഉള്ളു നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഉള്ളു പഞ്ഞി പോലെ ഇരിക്കും. ഇതിലേക്ക് ഇനി നമുക്ക് സവാള അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പില അരിഞ്ഞതും എല്ലാം കൂടെ ചേർത്തിട്ട് ഇനിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്യണം. ഈ മിക്സിങ്ങിലിരിക്കുകയാണ് ഉഴുന്നുവടയുടെ ടേസ്റ്റ്. ഇതെല്ലാം കൂടെ മിക്സായിട്ട് നമ്മൾ ഉഴുന്ന് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന്. ഒരു ആഹാരമായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും അതിലുണ്ട്. അമിതമായിട്ട് ഈ തടി വെക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉഴുന്ന് ചേർത്ത പലഹാരങ്ങൾ കഴിച്ചാൽ മതി. അതിൽ ഉഴുന്നെന്ന് പറയുന്ന ഒരു ഔഷധവുമാണ്, അതുപോലെ തന്നെ നമുക്കുള്ള ആഹാരവുമാണ്. അതിൽ പ്രോട്ടീൻ, ഫൈബർ, അയൺ, വിറ്റമിൻസ്, മിനറൽസ്, പൊട്ടാസ്യം, കാൽസ്യം ഇതെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് തടി കൂടുന്നത്. ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുക്കിങ്ങിന് പാകമായോ എന്നറിയുന്നതിനുള്ള ടെസ്റ്റായത്. ഇതൊരു ബൗളിനകത്ത് വെള്ളം വെച്ചിട്ട് ആ മാവിൽ നിന്നും ഒരു ലേശം മാവ് നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ആ വെള്ളത്തിലോട്ട് ഇറ്റിച്ച് കൊടുക്കുക. പെട്ടെന്ന് ആ മാവ് തനിയെ പൊന്തി വരുമ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് ഇത് കുക്കിങ്ങിന് പാകമായിട്ടുണ്ട് എന്ന്. കണ്ടില്ലേ, ഞാൻ അങ്ങോട്ട് ഇട്ടപ്പോൾ തന്നെ അത് ആ വെള്ളത്തിൽ നിന്നും താഴേന്ന് മുകളിലോട്ട് പൊങ്ങി വന്നു. നമുക്കിനി പാൻ ചൂടാക്കാം. അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ അങ്ങോട്ട് ഒഴിക്കട്ടെ. ഓയിലൊഴിച്ചിട്ട് ഓയിൽ നന്നായിട്ട് ചൂടാണ്. നന്നായി ഓയിൽ ചൂടായതിന് ശേഷം തീ അല്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് എനിക്ക് നേരിട്ട് അങ്ങോട്ട് ഓയിലിനകത്തോട്ട് ഇങ്ങനെ ഉഴുന്നുവടയാക്കിയിട്ടിടാൻ എനിക്ക് ഓയിൽ ഇങ്ങനെ മുട്ടുമ്പോൾ എനിക്ക് ഓയിലിനൊരു പേടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെച്ചിട്ട് ആ ഗ്ലാസ്സിൽ ഒരു കോട്ടൺ തുണി കവർ ചെയ്തു അതിൻ്റെ വായിൽ. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കവർ ചെയ്തിട്ട് ആ ഗ്ലാസ് ഞാൻ ഈ ചൂടെണ്ണയിലൊന്ന് മുക്കിയിട്ട് ആ ഗ്ലാസിൻ്റെ മുകളിലാണ് ഇങ്ങനെ മാവെടുത്ത് വെച്ചിട്ട് അതിനൊരു ഹോൾ ഇട്ടിട്ടാണ് ഞാനിങ്ങനെ ഈ എണ്ണയിലോട്ട് ഇങ്ങനെ ഇടുന്നത്. അങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. എണ്ണയിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും. എണ്ണയിലോട്ടിടുമ്പോൾ സംസാരിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ വരുന്നു. അതിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ തൂക്കം, ചില കുട്ടികൾ മെലിഞ്ഞിട്ടുള്ള കുട്ടികളല്ലേ, നമുക്ക് ആ കുട്ടികൾക്കൊന്ന് തൂക്കം വെക്കണം അല്ലെങ്കിൽ ഒന്ന് തടി വെക്കണമെന്ന് തോന്നുന്നു.
അങ്ങനെ തടി വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. അത് ഈ ഉഴുന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചിട്ട് ആ ഉഴുന്ന് പൊടി പാലിൽ ചേർത്ത് ഒരു സ്പൂണ് പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു ഗ്ലാസ് പാലിനകത്ത് ഒരു സ്പൂണ് പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് കാച്ചിയെടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല നിറവും വയ്ക്കും, തടിയും വെക്കും, നല്ല ആരോഗ്യവും ഹെൽത്തിയുമായിട്ടുള്ള തടി വയ്ക്കും. അല്ലാതെ നമ്മൾ പുറത്തുനിന്നൊക്കെ ഓരോ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കെമിക്കലുകളൊക്കെ ചേർന്നിട്ടുള്ളത്. നമ്മൾ കഴിവതും വീട്ടിൽ തന്നെ തയ്യാറാക്കി കുട്ടികൾക്ക് ഓരോന്ന് തയ്യാറാക്കി കൊടുക്കണം. അതുപോലെ പച്ച ഏത്തയ്ക്ക വാങ്ങിയിട്ട് കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് നന്നായി ഉണക്കിയതിന് ശേഷം അത് പൊടിച്ചിട്ട് കുട്ടികൾക്ക് ഇതേപോലെ കാച്ചി കൊടുത്താൽ നന്നായി നല്ല ഹെൽത്തി ഫുഡാണ് അത്. എല്ലാവർക്കും, കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും കഴിക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണത്. നന്നായിട്ട് ഉണക്കിയെടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഈ ഉഴുന്ന് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആകും, നല്ല സിൽക്കി ആയിട്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ തിരിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് വറുത്ത് എടുക്കാവുന്നതാണ്. ഉഴുന്ന് നന്നായിട്ട് കുതിർത്തിട്ട് പാലും കൂടി മിക്സ് ചെയ്ത് അരച്ച് മുഖത്ത് പുരട്ടുക. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ മുഖത്തുണ്ടാകുന്ന അമിതമായിട്ടുണ്ടാകുന്ന രോമവളർച്ച തടയുവാൻ ഇത് സഹായിക്കും. കുട്ടികൾക്ക് മുഖത്തൊക്കെ നല്ല നിറം വർദ്ധിക്കുവാനും ഇത് സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കാം. ഇത് കൂടുതലായിട്ട് ഒരെണ്ണം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്തത് റെഡി ആകട്ടെ. ഉഴുന്നുവട പെർഫെക്റ്റായിട്ട് കിട്ടുന്നതിൻ്റെ രഹസ്യം എന്ന് വെച്ചാൽ ഉഴുന്ന് കുതിർക്കാൻ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ അത് വീണ്ടും വെള്ളമൊഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. തണുത്ത ഉഴുന്ന് വേണം നമ്മൾ അരച്ചെടുക്കാൻ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഉഴുന്നുവട നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് അത് ചൂടാകാൻ പാടില്ല. ചൂടാകുമ്പോൾ ഉഴുന്നുവട നന്നാവില്ല. നല്ല തണുത്ത ഉഴുന്ന് വെള്ളം ലേശം 1 സ്പൂണൊക്കെ വീതമേ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ.